ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ചിന്തിക്കുന്നത് ഹെരോദാവിനെ കുറിച്ചാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ ഹെരോദാവ് ശിക്ഷ വിധിച്ചതായിട്ട് നമുക്കറിയാം. നമുക്കൊരു ഒരു വചനം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇതാ, മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ച് അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. അപ്പോൾ നോക്കിക്കേ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹെരോദാവിനെ കുറിച്ചാണ്. ഹെരോദാവ് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വയം മഹത്വം ഏറ്റെടുത്തതുകൊണ്ട് ദൂതൻ അവനെ അടിച്ച് അവന് കൃമിക്ക് ഇരയായി തീർന്നു. അവൻ മരിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ഹെരോദാവ് പ്രവർത്തിച്ചപ്പോൾ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ദൈവവചനത്തിന് വിരുദ്ധമായി നിന്നവൻ കൃമിക്ക് ഇരയായി തീർന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നമുക്കറിയാം, ബൈബിളിൽ നമ്മൾ കാണുമ്പോൾ 4 ഹെരോദാക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 4 പേര്. ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയും, യേശുവിൻ്റെ ജനനത്തിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഉത്തരവിടുന്ന ഹെരോദാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിനെ ക്രൂശിച്ചപ്പോൾ ഹെരോദാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹെരോദ അഗ്രിപ്പ, പത്രോസിനെ ക്രൂശിക്കാൻ ശ്രമിച്ചവനാണ്, യാക്കോബിനെയും കൊന്നവനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാലാമതായിട്ട് ഹെരോദ അഗ്രിപ്പ രണ്ടാമൻ എന്ന് പറഞ്ഞ് അങ്ങനെ 4 ഹെരോദാവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഹെരോദ അഗ്രിപ്പ രണ്ടാമൻ, ഹെരോദ അഗ്രിപ്പ, യേശുവിനെ ക്രൂശിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഹെരോദ, ഇങ്ങനെ യേശുവിൻ്റെ ജനനത്തിങ്കൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഉത്തരവിട്ട ഹെരോദ. അപ്പോൾ ഈ ഹെരോദാക്കന്മാരെല്ലാം ദൈവവചനത്തിന് വിരുദ്ധമായും ദൈവത്തിന് വിരുദ്ധമായും ജീവിച്ചവരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നാം ദൈവത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നവരാണോ? നാം ദൈവത്തെ അറിയുന്നവരാണോ? ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുന്നവരാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത എല്ലാവരും കൃമിക്ക് ഇരയായിത്തീരും, ഇന്നല്ലെങ്കിൽ നാളെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കാം. ദൈവത്തിൻ്റെ നാമം നമ്മളിൽ കൂടി വളരുവാൻ, പരക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.